Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ വയനാട് കിച്ചണിലേക്ക് സ്വാഗതം. സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയ കൊഴുക്കട്ടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നാടൻ 4 മണി പലഹാരം. പത്തിരിപ്പൊടി കൊണ്ടാണ് കൊഴുക്കട്ട തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മധുരമുള്ള ഒരു പലഹാരമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മധുരമുള്ള സോഫ്റ്റ് ആയ കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇൻഗ്രീഡിയൻസ്: 1 കിലോ വറുത്ത അരിപ്പൊടി, ശർക്കര 500 ഗ്രാം, ഒരു തേങ്ങ ചിരവിയത്, 1 കപ്പ് തിളച്ച വെള്ളം, ജീരകം 1 സ്പൂൺ, ഏലക്കാപ്പൊടി 1/2 സ്പൂൺ, ഉപ്പ് പാകത്തിന്. ഒരു ബൗൾ എടുത്ത് അരിപ്പൊടി ഇട്ട് ഉപ്പും തിളച്ച വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കണം. ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാം. ഇനി ഓരോ ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. തേങ്ങ ചിരിവതും ശർക്കര പൊടിച്ചതും ജീരകം ഏലക്കപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബോൾ എടുത്ത് ചപ്പാത്തി പ്രസ്സിൽ ഒന്ന് പ്രസ് ചെയ്ത് 1 സ്പൂൺ ഫില്ലിങ് വെച്ച് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം. നല്ലതുപോലെ ബോളാക്കി എടുക്കണം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തട്ട് വെച്ച് അതിലേക്ക് കൊഴുക്കട്ട ഇട്ട് 15 മിനിറ്റ് സ്റ്റീം ചെയ്യാം. 15 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. കൊഴുക്കട്ട എല്ലാം വെന്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല മധുരവും സ്വാദിഷ്ടവുമായ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. കൊഴുക്കട്ട ഒരെണ്ണം എടുത്ത് നോക്കാം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻസും ഇടാൻ മറക്കരുത്. ഓക്കെ, ബൈ. താങ്ക് യു.